ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. കുറേ നാളായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പലരും ഹൗസ് വാമിംഗ് സെറിമണി വീഡിയോസ് എവിടെയെന്നുള്ളത്. അപ്പം വീഡിയോ ആയിട്ട് എൻ്റെ അടുത്തില്ല, സ്റ്റിൽ ഫോട്ടോസ് ആയിട്ടാണുള്ളത്. അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഹൗസ് വാമിംഗ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഞാനൊരു ക്രിസ്ത്യനാണ്. അപ്പം ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പെട്ടവർക്ക് ഒരു പുതിയ വീട് വെക്കുക, ആ വീട്ടിലോട്ട് നമ്മൾ കയറി കൂടുക എന്നൊക്കെ പറയുമ്പം അതെങ്ങനെയാണെന്നുള്ളതാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ക്രിസ്ത്യൻസ് തന്നെ പല കാറ്റഗറി പെട്ടവരുണ്ട്. ലാറ്റിനുണ്ട്, ജാക്കോബൈറ്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാറ്റഗറിക്കാരുണ്ട്, ആർസിക്കാരുണ്ട്. അപ്പോൾ ഞാനതിൽ ആർസി ആണ് കേട്ടോ, റോമൻ കാത്തലിക്കാണ് ഞാൻ. അപ്പോൾ ഞങ്ങളുടെ രീതികളും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൗസ് വാമിംഗ് സെറിമണിയിലോട്ട് സ്വാഗതം. April 4th 2024 രാവിലെ 8:30 ബ്ലെസ്സിങ് നടത്തിയത്. 5 മണിക്ക് ഞങ്ങൾ റിസപ്ഷൻ നടത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ പ്രെയർ ഏരിയയിൽ നമ്മളൊരു ബൈബിള് വെക്കണം, അതുപോലെ തന്നെ 2 ഫ്ലവേഴ്സ് വെക്കണം, പിന്നെ ക്യാൻഡിൽ ഉണ്ടായിരിക്കണം, അതുപോലെ ക്യാൻഡിൽ ഹോൾഡർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രെയർ ഏരിയ കേട്ടോ. ലിവിങ് റൂമിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രെയർ ഏരിയ സെറ്റാക്കിയത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമുക്ക് എപ്പോഴാണോ ബ്ലെസ്സിങ്സ് ചെയ്യുന്നത്, വെഞ്ചിരിപ്പ് എന്നാണ് ഞങ്ങൾ പറയുക കേട്ടോ. ആ വെഞ്ചിരിപ്പിൻ്റെ സമയത്ത് അച്ഛനും സിസ്റ്റേഴ്സും ഒക്കെ ശുശ്രൂഷികളും പള്ളിയുടെ കപ്പിയാരൊക്കെ കൂടെ നമ്മൾ വരും. നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിനെ മാത്രമേ നമ്മൾ ഈ ഒരു ബ്ലെസ്സിങ്സിൻ്റെ സമയത്ത് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരെയും തന്നെ നമ്മൾ ഈ റിസപ്ഷൻ്റെ സമയത്താണ് ഇൻവൈറ്റ് ചെയ്ത്. അപ്പോൾ എല്ലാവരും വരുന്നു, എല്ലാവരും പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യാൻഡിൽ പ്രാർത്ഥനകളൊന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മെഴുകുതിരി നമ്മൾ കത്തിക്കും കേട്ടോ. ഒരു പ്രകാശം പരക്കട്ടെ എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ്. അപ്പം പിന്നെ ഞാനും ഇച്ചായനും കൂടിയാണ് ഒരു ഞങ്ങളോടാണ് 2 ക്യാൻഡിലുള്ളതിൽ ഒന്ന് ഞങ്ങളും കത്തിച്ച്, ഒന്ന് അച്ഛന്മാരും കത്തിക്കുകയാണ് ചെയ്തത്. പിന്നെ അവിടെ പ്രാർത്ഥനകൾ, ബൈബിള് വായന, ബൈബിള് എടുത്തിട്ട് വൈദികൻ പ്രാർത്ഥന ചൊല്ലും. അപ്പം ഇതിൽ അച്ഛന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടെന്നോ എൻ്റെ ഒരു മെൻറ്റർ എന്നൊക്കെ പറയും, ഫാദർ ബിജു തൊണ്ടിപ്പറമ്പിലും ഞങ്ങളുടെ വികാരിയച്ഛൻ ഫാദർ ചാണ്ടിയച്ഛനും ആട്ടോ ഉള്ളത് 2 പേര്. പിന്നെ സിസ്റ്റേഴ്സ് ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഉള്ള സിസ്റ്റേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബൈബിള് വായന കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ ഈ ബൈബിള് വീട്ടിലെ മെമ്പേഴ്സിനോട് ഉമ്മ കൊടുക്കാൻ പറയും, മുത്തം കൊടുക്കും. അപ്പം ജോനും ഈച്ചാനും ഡാഡിയും എല്ലാവരും, അങ്ങനെ മമ്മിയും ഞാനും എല്ലാവരും ബൈബിളിൽ വീട്ടിലുള്ള മെമ്പേഴ്സ്, ആ വീട്ടിൽ താമസിക്കുന്ന മെമ്പേഴ്സ് മുത്തം കൊടുത്തിട്ട് വീട്ടിലെ ഏറ്റവും മുതിർന്ന കാരണവരോട് അതെടുത്തിട്ട് നമ്മൾ ബൈബിൾ വെക്കുന്ന സ്ഥലത്തോട്ട് വെക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഒരു വീട്ടിലോട്ട് കയറിക്കൂടുമ്പോൾ നടക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോഴായിട്ട് അറിയുന്നത്. എൻ്റെ നടന്നപ്പോഴാണ് എനിക്ക് അറിയുന്നത്. കാരണം അതിനു മുമ്പൊക്കെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ഹൗസ് വാമിങ്ങിന് പോകാൻ നേരത്ത് നമ്മൾ എല്ലാം കഴിഞ്ഞ് ഒരു ഭക്ഷണ സമയമാകുമ്പോഴോ റിസപ്ഷൻ സമയമാകുമ്പോൾ നമ്മൾ വീട് കാണാനായിട്ട് പോകാറുള്ളൂ. ഈ വെഞ്ചിരിപ്പിൻ്റെ സമയത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പം ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, പ്രാർത്ഥനയുടെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അച്ഛന്മാർ എന്ത് ചെയ്യും, നമ്മുടെ വീടിൻ്റെ എല്ലാ കോർണറും അവരിങ്ങനെ കുരിശ് വരച്ചിട്ട് വെഞ്ചരിക്കും. ഹോളി വാട്ടർ വെച്ചിട്ട്, നമ്മൾ ഹന്നാം വെള്ളം എന്ന് നമ്മൾ പറയും, ആ വെള്ളം വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗവും രൂപങ്ങൾ വെഞ്ചരിക്കും. വീടിൻ്റെ എല്ലാ റൂമുകളും, ബാത്റൂം, സ്റ്റോർ റൂം, കിച്ചൺ, അങ്ങനെ എന്തൊക്കെ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അവിടെയൊക്കെ പോയിട്ട് കുരിശും വരച്ച് ബ്ലെസ് ചെയ്യും. പിന്നെ ചെയ്യുന്നത് നമ്മുടെ അടുപ്പാണ്, നമ്മുടെ വിറകടുപ്പ് ഉണ്ടാവുമല്ലോ, ആ വിറകടുപ്പാണ് നമ്മൾ ബ്ലെസ് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ പാല് കാച്ചി ആ പാല് തിളച്ച് മറിഞ്ഞ് താഴേക്ക് വീണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു കാര്യം. അപ്പം അവിടെ എല്ലാം ബ്ലെസ് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് നമ്മളെല്ലാവരെയും കൂടെ ആശീർവദിക്കും കേട്ടോ. എല്ലാവർക്കും സമാപന ആശീർവാദം തരുന്നു. ദെൻ അച്ഛൻ, ഞങ്ങളുടെ ചാണ്ടിയച്ഛൻ മെഴുകുതിരി കൊണ്ട് പോയിട്ട്, നമ്മളെ കത്തിച്ച തിരി ഉണ്ടല്ലോ, ആ തിരി കൊണ്ട് പോയിട്ട് നമ്മുടെ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അടുപ്പിൽ ഇങ്ങനെ അമ്മമാരെ, എൻ്റെ അമ്മയും ഇച്ചാൻ്റെ മമ്മി, 2 അമ്മമാരും കൂടി ചേർന്നിട്ടാണ് അടുപ്പിൽ തീ കത്തിച്ചത്. അപ്പം അടുപ്പിൽ പുറത്ത് നമ്മളിങ്ങനെ എന്താ പറയുക, പാലൊക്കെ നമ്മൾ എടുത്ത് വെക്കും. അപ്പം വിറകെല്ലാം വെച്ച് നമ്മളതിനകത്ത് കർപ്പൂരം വേഗം കത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കർപ്പൂരം അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ വെക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർ. അപ്പം അത് വെച്ചു, പാല് വെച്ചു, വേഗം വിറക് നമ്മൾ നല്ല ഉണക്ക വിറകുകളൊക്കെ എടുത്ത് വെക്കണം എന്നാണ് പറയുക. എന്നാലേ വേഗം കത്തുള്ളൂ, ഇല്ലെങ്കിൽ കത്താൻ ഭയങ്കരമായിട്ട് താമസിക്കുമല്ലോ. അപ്പോൾ പാല് തിളച്ച് മറിഞ്ഞ് കഴിഞ്ഞിട്ട് അതേ കലത്തിലാണോ അതോ വേറൊരു കലത്തിലാണോ എന്നറിയില്ല, നമ്മൾ അരിയും കൂടി ഇടണം. അങ്ങനെ എന്തൊരു സംഭവം കൂടി ഇടും കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കലായി. അച്ഛനും സിസ്റ്റേഴ്സിനും കപ്പിയാർക്കും ശുശ്രൂഷകൾക്കും എല്ലാം നമ്മൾ ഭക്ഷണം കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഫാമിലീനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇച്ചാൻ്റെ ഫാമിലി, അതായത് എൻ്റെ ഫാമിലി, മമ്മി ഡാഡി, ഇച്ചാൻ്റെ മമ്മി ഡാഡി, ഇപ്പോൾ ഞാൻ ജോഡു. ഇതാണ് ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇച്ചാൻ ഇളയ പുത്രനായതുകൊണ്ട് ഞങ്ങളാണ് തറവാട്. ഈ ഫോട്ടോയിൽ 2 പേരും കൂടെ എക്സ്ട്രാ ഉണ്ട്. അത് ഞങ്ങളുടെ അപ്പച്ചി അമ്മച്ചി എന്ന് പറയും. ഡാഡീൻ്റെ ചാച്ചനും അമ്മച്ചിയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അപ്പച്ചി അമ്മച്ചി. പിന്നെ ഇതാണ് നമ്മുടെ അച്ഛന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാണ്ടി അച്ഛനും അതുപോലെ ബിജു അച്ഛനും അർച്ചന സിസ്റ്റർ, മറ്റേ സിസ്റ്ററിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പിന്നെ ഞാനും ഇച്ചാനും. ഇത് എൻ്റെ സ്വന്തം കുടുംബം, അതായത് എൻ്റെ അപ്പച്ചനും അമ്മയും ചേച്ചി ചേട്ടായി പിള്ളേർ ഇച്ചായ ഞാൻ, അങ്ങനെ.
അപ്പോൾ എൻ്റെ ഹൗസ് വാമിങ് സെറിമണി ഇവിടെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വയനാടിൻ്റെ പച്ചപ്പിൻ്റെ നടുവിൽ ഒരു വീട് വെക്കാനാണ് ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹം തന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിന് ഇപ്പോൾ ഒരു കുളിർമയാണ് ഈ പച്ചപ്പ് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പം പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഹൗസ് വാമിങ് സെറിമണി വീഡിയോ ചോദിച്ച എല്ലാവർക്കും വേണ്ടി ഞാനൊരു ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ആയിട്ടില്ല, സ്റ്റിൽ ഫോട്ടോയാണ്. ഇതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.